ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ടാണ് ഗായ്സ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഗായ്സ് നമ്മളെന്തായാലും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയുടെ ഒരു പുതിയൊരു വീഡിയോയിലാണ് വന്നേക്കണേ. ഇന്നെന്തായാലും ചെയ്യാനായിട്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ കണക്കെ ന്യൂ അപ്ഡേറ്റിങ്ങുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പം ന്യൂ അപ്ഡേറ്റിങ്ങുകളൊക്കെ നോക്കാനാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. ഓക്കെ, അപ്പോൾ എൻ്റെ ചാനലിലായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളെന്തായാലും ആദ്യമേ തന്നെ നമ്മുടെ ഗെയിമുകളൊക്കെ എന്തായാലും സ്റ്റാർട്ട് ചെയ്ത് വെക്കണം. എന്നിട്ട് നിങ്ങളെന്തായാലും നൈസായിട്ട് ഇങ്ങനെ ബാക്കും കാര്യങ്ങളൊക്കെ പോയിട്ട് നെറ്റോ വൈഫൈയോ ഇതേപോലെ ഇങ്ങനെ ഓൺ ആക്കിയിട്ട് നമ്മുടെ IBD 3D പ്ലഗിങ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അതെന്തായാലും ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇവരുടെ പ്രൊഫൈലൊക്കെ മാറിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ നമ്മുടെ ബൈക്കിൻ്റെ പടമൊക്കെയാണ്, പക്ഷെ ഇപ്പോൾ അവർ മാറ്റി വേറെ ആക്കിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ കാണാനായിട്ട് തന്നെ വെഹിക്കിൾസിൻ്റെ സെക്ഷനിൽ ഇത്രയുണ്ട്, ആനിമൽസിൻ്റെ സെക്ഷനിൽ ഇത്രയുണ്ട്, ചീറ്റ് മോഡ്സിൻ്റെ സെക്ഷനിലാണെങ്കിൽ ഇപ്പോൾ ബൈക്സും കൂടെ വന്നിട്ടുണ്ട്. ഓക്കെ, നേരത്തെയാണ് ഇവിടെ നമ്പർ മാത്രമായിരുന്നു, പക്ഷെ ഇപ്പോഴാണ് നമുക്ക് വണ്ടി, പിന്നെ വണ്ടിയുടെ ഫോട്ടോയും നമ്പറും എല്ലാം ഉണ്ട്. പിന്നെ കാഴ്സിൻ്റെ സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അതൊക്കെ ഉണ്ട്. പിന്നെ ബൈക്ക് സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ബൈക്കുകളുണ്ട്, എല്ലാം ഇതുണ്ട്. പിന്നെ ഇവിടെ RGS മോഡ് എന്നൊരു സാധനമാണ്. ഇതൊക്കെ നമ്മുടെ ഗെയിമിൽ പുതിയതായിട്ട് വന്നിട്ടുള്ള മോഡുകളും കാര്യങ്ങളൊക്കെ ആണ്. അപ്പോൾ എല്ലാം ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് ഇവിടെ ആനിമൽസിൻ്റെ സെക്ഷനിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ന്യൂ ആയിട്ടുള്ള ഒരു ലയണും കണക്ക് വന്നിട്ടുണ്ട്. ഞാൻ ഇവിടെ ഇപ്പോൾ അതെല്ലാം ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നൈസായിട്ട് മിനിമൈസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നേരെ നമ്മുടെ ഗെയിമിലോട്ട് കയറി. എന്നിട്ട് ഞാൻ പ്ലഗിങ്ങിലോട്ട് പ്രസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ചെറുതായിട്ടൊരു ആഡും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, അതിൻ്റെ ആണ്. ഓക്കെ, നമുക്ക് അതും കാര്യങ്ങളൊക്കെ നൈസായിട്ട് അങ്ങ് കട്ട് ചെയ്ത് കളയാം. ഓക്കെ, അപ്പോൾ അങ്ങനെ ഞാൻ പ്ലഗിങ്ങിൻ്റെ ഇവിടെ ഇൻസ്റ്റാൾ കണക്ക് കൊടുക്കുമ്പോൾ പ്ലീസ് വെയിറ്റ് എന്നിവിടെ കാണിക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോൾ അത് ഫയൽ ഓർഡർ എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ ഫയൽ ഓർഡർ എന്ന് ആയിട്ടുണ്ട്. കുറച്ച് നമ്പർ എഴുതി കാണിക്കണം, അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഫയൽ ഓർഡർ എന്ന് കാണിക്കുമ്പോൾ നേരെ ഗെയിമിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, ഗെയിമിങ്ങൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നമ്മളിപ്പോൾ വേറെ സ്ഥലത്താണ് വന്നിരിക്കുന്നത്. ഞാൻ മറ്റേ മോഡ് നേരത്തെ കയറ്റിയതിലാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് നമ്മുടെ മറ്റേ UI കണക്കെ ഓണാക്കട്ടെ, അല്ലെങ്കിൽ ഞാൻ സാധനം വരില്ല. ഓക്കെ, ഇനി നിങ്ങൾ ഫോൺ എടുത്തിട്ട് 11 ഡയൽ ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ പുലിക്കുട്ടി നമ്മുടെ ലയൺ വന്നിട്ടുണ്ട്. നല്ല രസമാണ് നമ്മുടെ ലയണിനെ കാണാനായിട്ടൊക്കെ കേൾക്കേണ്ടത്. പക്ഷേ ഇതിന് ഒരു കുഴപ്പമുണ്ട്, നമ്മൾ ഒരിക്കൽ ഒന്ന് പിടിച്ചാൽ മതി നമ്മളത് പിടിച്ച് അതാണ്. ഓക്കെ, അതാണ് ഇതിൻ്റെ ഒരു കുഴപ്പം. ഓക്കെ, ഒരിക്കൽ ഒന്ന് വെച്ചാൽ നമ്മളെ പുല്ല്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് ബാക്കിയുള്ള സംഭവങ്ങളൊക്കെ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഞാൻ അതിനായിട്ട് തിരിച്ചു വിട്ട് നമ്മുടെ RGSൻ്റെ അതിൽ കയറിയിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫസ്റ്റത്തെ എന്ന് വെച്ചാൽ ഫുള്ള് ഫ്ലാറ്റ് ആയിട്ടുള്ളൊരു ഏരിയയാണ്. വെച്ചാൽ വലിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയയാണ്. ഓക്കെ, ഗ്രൗണ്ട് പോലത്തെ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ഞാൻ മിനിമൈസ് ചെയ്ത് തിരിച്ചെന്തായാലും കയറിയിട്ടുണ്ട്. എന്നിട്ട് നമ്മുടെ ഫോൺ കണക്ക് എടുത്ത് നമ്മുടെ ഇൻ്റർനെറ്റ് ഓപ്ഷനിൽ കണക്ക് നോക്കി എന്തോ ഒരു ഇതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതെന്തായാലും പോകും. ഓക്കെ, എന്നിട്ടാണെങ്കിൽ നമുക്കിവിടെ പേസ്റ്റ് എന്നൊരു സംഭവം കാണിക്കും. ഇവിടെ 3 മിനിറ്റ് നമ്മളിവിടെ വെയിറ്റ് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ആവും എപ്പോഴും എനിക്ക് അറിഞ്ഞൂടാ. 3 മിനിറ്റ് നമ്മളവിടെ വെയിറ്റ് ചെയ്യാനായിട്ട് അവർ പറയുന്നുണ്ട്. വെയിറ്റ് ചെയ്യാം. ഓക്കെ 2 മിനിറ്റ് കൂടെ ഇനി വെയിറ്റ് ചെയ്യണമെന്നാണ് അവർ പറയണത്. അയ്യോ, കുറച്ച് സമയം എടുക്കും, എന്തായാലും സാധനം ആകട്ടെ. ഓക്കെ, പിന്നെ നമ്മുടെ ന്യൂ അപ്ഡേറ്റിലും അതൊക്കെ ഈ ഒരു ഗ്രൗണ്ട് പോലത്തെ ഏരിയയിൽ നമ്മുടെ എല്ലാ സാധനവും പോകുന്നതാണ്. നിങ്ങൾ ഈ ഫ്ലാറ്റായിട്ടുള്ള ഈ ഒരു ഏരിയ എടുത്താൽ വലിയ കാര്യമൊന്നുമില്ല. എന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ബിൽഡിങ്ങുകളും പോകും. ബിൽഡിങ് പോട്ട്, പക്ഷേ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയ കുറേ സാധനങ്ങൾ പോകുന്നതാണ്. നമ്മുടെ കൺസ്ട്രക്ഷൻ ഏരിയ ഇതിൽ പോയിട്ടുണ്ട്, റിമൂവ് ആയിട്ടുണ്ട് ഈ ഒരു മോഡലും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഓൾഡ് ഹൗസും കാര്യങ്ങളൊക്കെ റിമൂവ് ആയി പോയിട്ടുണ്ട്. ന്യൂ ആയിട്ടുള്ള കാർ ഷോറൂം റിമൂവ് ആയി പോയിട്ടുണ്ട്. പിന്നെ കുറേ സാധനങ്ങളൊക്കെ
റിമൂവ് ആയി എന്തായാലും പോയിട്ട് എന്തായാലും ഉണ്ട് ഗൈസ്. ഓക്കെ, അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടെ ഉണ്ട് ഗൈസ്. ഓക്കെ, അങ്ങനെ ഒരു കുഴപ്പമേ ഉള്ളൂ, അല്ലാതെ വേറെ സാധനങ്ങളൊന്നും തന്നെ എന്തായാലും ഈ ഒരു മോഡൽ എന്തായാലും പ്രശ്നങ്ങളായിട്ടോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഓക്കെ, പിന്നെ നമ്മുടെ ഗെയിമിലുള്ള കുറച്ച് കോഡുകളൊക്കെ ആണെങ്കിൽ പറഞ്ഞുതരാം. 11 അടിച്ചാൽ നിങ്ങൾക്ക് ലയണൊക്കെ കിട്ടും. ഓക്കെ, ഇവിടെ ആഡ് ഞങ്ങളെ കാണിക്കാനൊക്കെ അപ്പോഴത്തേക്ക് ആ ഒരു സംഭവങ്ങളൊക്കെ ഓക്കെ. ഞാൻ കട്ട് ചെയ്യാൻ മടിച്ചിട്ടാണ് വെയിറ്റ് ചെയ്യണം. ഓക്കെ, വൈഫൈ തൽക്കാലത്തേക്ക് ഓഫ് ചെയ്യാം. ഓക്കെ, എന്ത് കോഡ് അടിച്ചാലും സാധനം വരും. 10 അടിച്ചിട്ടുണ്ട്, നമ്മുടെ ബഫല്ലോ വരും. നമ്മുടെ ഗെയിമിന് ഇഷ്ടം പോലെ അനിമൽസ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പോഴും. ഓക്കെ, 9 അടിച്ചാൽ നമ്മുടെ ട്രാക്ടർ സ്പോണാവും, മിനി ട്രാക്ടർ. എനിക്ക് ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട മിനി ട്രാക്ടറാണ്. പിന്നെ 9 അടിച്ചാൽ നമ്മുടെ മിനി ട്രാക്ടറാണ്, സോറി മാറിപ്പോയി. 8 അടിച്ചാൽ മാരുതി സുസുക്കി സ്വിഫ്റ്റ്. 7 അടിച്ചാൽ ഓമിനി. ഇതൊക്കെ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ അപ്ഡേറ്റ് ആണ് ഈ സ്വിഫ്റ്റൊക്കെ. ഓക്കെ ഓക്കെ, പിന്നെ അതായ നോക്കട്ടെ. ഓക്കെ, ആയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ പേസ്റ്റ് എന്ന് പറഞ്ഞ് കാണിക്കുന്നുണ്ട്, എറർ കാണിക്കുന്നുണ്ട്. കാരണം വെച്ചാൽ നെറ്റ് ഓൺ അല്ല, അതുകൊണ്ടാണ്. ഓക്കെ, വൈഫൈ ഓൺ ആക്കിയിട്ടുണ്ട്. ഓക്കെ, എന്നാലേ സാധനം കാണിക്കുമോ. വൈഫൈയുടെ അത് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടെ ബാക്ക് അടിച്ചിട്ട് ഈ സാധനം എടുക്കുക. ഇതോടെ ഒന്നുകൂടെ ബാക്ക് പോയിട്ട് ഒന്നുകൂടെ എടുക്കേണ്ടി വരും തോന്നുന്നു. ഓക്കെ ഓക്കെ, ഞാൻ എന്തായാലും ഒന്നും കൂടെ ബാക്ക് പോയിട്ട് എടുത്തിട്ടുണ്ട്. ഓക്കെ, അതെടുത്തിട്ടുണ്ട്. പേസ്റ്റ് എന്ന് പറയാൻ കാണിക്കുന്നുണ്ട്, പ്ലീസ് വെയിറ്റ് കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇവിടെ ഫയൽ ഓർഡർ എന്ന് കാണിക്കുന്നുണ്ട്. അത് നിങ്ങൾ നോക്കേണ്ട ആവശ്യമില്ല. ഞാൻ പറയാം. ഇനി നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മിനിമൈസ് ചെയ്തിട്ട് ഒന്ന് തിരിച്ചു വരുമ്പോൾ എൻ്റെ പോന്നെ ഇവിടെയുള്ള സകല സാധനങ്ങളും പോയേക്കണം. എല്ലാ ഐറ്റങ്ങളും പോയിട്ടുണ്ട്. എൻ്റെ അമ്മോ, ഇതെന്താണ് എനിക്കിറങ്ങടാ. എൻ്റെ അമ്മോ, നമ്മുടെ ജുറാസി പാർക്ക് ഉണ്ടോ? അത് നോക്കിയില്ലായിരുന്നു. ഇത് കണ്ട നമ്മുടെ ട്രെയിനിൻ്റെ സംഭവമുണ്ട്. പക്ഷേ ബാക്കിയുള്ള എല്ലാ സാധനവും ക്ലീനപ്പായിട്ട് വലിയ ഗ്രൗണ്ട് പോലെയായി. ജുറാസി പാർക്കുണ്ട്, അത് പക്ഷേ അതെന്ത് ചെയ്യാന്ന് വെച്ച് ജുറാസി പാർക്കുണ്ട്. അതല്ലാതെ നമ്മുടെ ഇവിടെയുള്ള ബിൽഡിങ്ങുകളെല്ലാം പോയി. ഇവിടെ ഫുള്ള് പുല്ലൊക്കെ ആയിരുന്നു, അതൊക്കെ പോയി. ഇവിടെ നിങ്ങൾ ഓർക്കുന്നുണ്ടോ അതറിയണം, ഇതൊന്നും മറ്റേ റൗണ്ടാണ്. ഓക്കെ, ഇവിടെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. ഈ റൗണ്ട് അടിച്ച് ഇങ്ങനെ തിരിഞ്ഞിട്ട് ഇതിലേക്കൂടെ വരുമ്പോൾ ഇവിടെ ആയിട്ടാണ് നമ്മുടെ ഓൾഡ് ഹൗസ് വരുന്നത്. അത് റിമൂവ് ആയിട്ടുണ്ട്. ഈ മോഡ് കയറ്റിയല്ല, അല്ലാതെ നിങ്ങൾക്ക് എടുക്കാം. അതല്ലാതെ ഒരു വില്ലേജ് പോലത്തെ സംഭവം ഉണ്ടായിരുന്നു, അതുണ്ടാകാൻ തോന്നുന്നു. അത് പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഓക്കെ, വില്ലേജ് ഉണ്ട്, അതൊന്നും പോയിട്ടില്ല. പക്ഷേ കാർ ഷോറൂം കൺസ്ട്രക്ഷൻ ഏരിയ പോയിട്ടുണ്ട്. ഓക്കെ, അത് രണ്ടും പോയിട്ടുണ്ട്. ഓക്കെ, ഈ വില്ലേജൊക്കെ പോയാലും കുഴപ്പമില്ല. അതെന്തിനാണ് അവർ ഈ മോഡല് കളഞ്ഞതൊക്കെ. പക്ഷെ അങ്ങനെ ചെയ്യണ്ടായിരുന്നു. ഇങ്ങനെ ഒരു മോഡൽ വേണം. കണ്ട ഇവിടെ നോക്കിങ്ങനെ കാണാനായിട്ട് നമ്മുടെ കാർ ഷോറൂം ഈ സൈഡിലായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ നമ്മുടെ ഇതായിരുന്നു കൺസ്ട്രക്ഷൻ ഏരിയ. 2 റിമൂവ് ചെയ്തിട്ടുണ്ട്. അത് വേണ്ടായിരുന്നു. ഇതൊന്നും കൊണ്ട് കളഞ്ഞിടായിരുന്നു. ഇതൊക്കെ പഴയതാണ്. ഇതൊക്കെ മാറ്റിയിട്ട് പുതിയത് വെക്കണമായിരുന്നു. അത് കുഴപ്പമില്ല, അവരൊക്കെ അതൊക്കെ പോയിട്ടുണ്ട്. അപ്പോൾ ഈ സാധനം കൊള്ളാം. പക്ഷേ നമുക്ക് സ്വന്തമായിട്ട് ബിൽഡ് ചെയ്യാനായിട്ട് സ്ഥലമൊക്കെ കിട്ടും. നമുക്ക് ഇഷ്ടത്തിന് എന്ത് തോന്നിയ ദിവസം വേണമെങ്കിലും കാണിക്കാം. എൻ്റെ അമ്മ, പക്ഷേ ആകെയുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ ഇതാണൊക്കെ ആ ഒരു കുഴപ്പമേ ഉള്ളൂ. അല്ലാതെ ബാക്കിയെല്ലാം ഓൾറെഡി ഡൺ. ഓക്കെ, ഞാൻ എന്തായാലും ഇൻപെടുത്ത് ഹെൽത്ത് അടിച്ച് ചത്തു. അവർ വണ്ടി സ്പോണാക്കാം, GTR സ്പോണാക്കി നമുക്ക് ഒന്നും കൂടെ നോക്കാം. എല്ലാം ഈ ഒരു മോഡ് സത്യത്തിൽ കയറ്റിയ വൻ നഷ്ടമാണെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാര്യം വെച്ചാൽ ഇത്രയും ഇമ്പ്രൂവ് ആക്കി നല്ല സൂപ്പറായിട്ട് കൊണ്ടുവന്നൊരു ഗെയിമാണിത്. നല്ല സാധനങ്ങളെല്ലാം പോട്ട്. പിന്നെ ഞങ്ങൾ ഓർക്കുന്നുണ്ടായിരുന്നു വീടിനോട് ചേർത്ത് വലിയ ഗോഡൗൺ പോലത്തെ ഒരു സാധനം. നമ്മളാണെങ്കിൽ
സ്റ്റോറി വീഡിയോ ചെയ്യുമ്പോൾ ഗോഡൗൺ എന്നൊക്കെ പറയില്ല, സത്യത്തിൽ എൻ്റെ പേര് ഗോഡൗൺ ആണെന്ന് തോന്നുന്നു, എനിക്കറികൂടാ. വീടിനോട് ചേർത്തൊരു ഗോഡൗൺ ഉണ്ടായിരുന്നു, അതൊക്കെ പോയിട്ടുണ്ട്. ആ സാധനം എടുക്കുമ്പോൾ ഇതെല്ലാം റിമൂവ് ആയിട്ടുണ്ട്. പോലീസ് സ്റ്റേഷൻ പക്ഷേ ഉണ്ട്. ഈ വീടുണ്ട്, ഈ വീട് നല്ല മാറ്റമുണ്ട്. ഇവിടെ പക്ഷേ കാലി ചെയ്യണ്ട. അയ്യോ അത് വെള്ളത്തിൽ വീണം ജസ്റ്റ്. ഓക്കെ, അപ്പം അതാണ് വേറൊരു സംഭവം. പിന്നെ അപ്പം അത്രയ്ക്കുള്ള ആ ഒരു മോഡൽ. ഇനി അടുത്ത ഇതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. അതിനായിട്ട് ഞാൻ ഒന്ന് ബാക്ക് പോട്ട്, എന്നിട്ട് ഞാൻ ഇതിലോട്ട് കേട്ട്. ഓക്കെ, നമ്മുടെ IBD3D ഇത് കയറിയിട്ടുണ്ട്. ഈ സാധനം റേസിംഗ് ട്രാക്ക്, അതായത് അവസാനമാണ്. ഫസ്റ്റ് ഇത് നോക്കാം, ഇത് ഞാൻ നോക്കില്ല. ഇതെന്തോ ഇതാണെന്ന് തോന്നുന്നത്, US ഗെയിമർ അങ്ങനെ എന്തോ സംഭവമാണ്. ഓക്കെ, നമുക്ക് നൈസായിട്ട് മിനിമൈസ് ചെയ്തിട്ട് ഇതിലോട്ട് കയറാം. എല്ലാവരെയും കൂടെ ക്ലോസ് ചെയ്യാം. എന്തായാലും ഈ മോഡെന്തായാലും കുറച്ച് അലമ്പ് മോഡാണെന്നാണ് ഞാൻ പറയണത് ഇതിൽ. കാരണം മറ്റേ മോഡലെല്ലാം കിടക്കാച്ചാണ്, പക്ഷേ ഇതിൽ നമ്മുടെ ആവശ്യമുള്ള സാധനങ്ങളും പോകും. അതാണ്. ഓക്കെ, പേസ്റ്റ് എന്ന് പറയാൻ കാണിക്കുന്നത് അതെന്തായാലും പേസ്റ്റ് ചെയ്ത ചുമ്മാ അതിൽ പ്രസ് ചെയ്താൽ അത് വേറെ ഒന്നും അടിക്കുക, SD എന്ന് അടിക്കുക, ഒരു സംഭവം ചെയ്യണ്ട. ഫയൽ ഓർഡർ കാണിക്കുന്നുണ്ട്. ഒന്ന് ബാക്ക് അടിച്ചു കൊടുത്താൽ മതി. സാധനത്തോളം ബട്ടല്ല, അത് അടിച്ചു കൊടുത്താൽ മതി. ഇവിടെ ഒരു ബൈക്കും കളങ്ങാൻ ഇവിടെ ഇരിപ്പുണ്ട്. നമ്മുടെ ഏതാണ്, Yamaha R15 ആണ്. ഓക്കെ, ഇതെന്ന് വെച്ചാൽ ഒരു റേസിംഗ് ട്രാക്കിൻ്റെ ഒരു സംഭവമാണ്. ഓക്കെ, ബൈക്ക് വെച്ചിട്ടൊക്കെ കാറും കളിക്കാൻ പറ്റുമെന്ന് തോന്നണം. ഓക്കെ, ഇവിടെ ഓക്കെ വെള്ളത്തിലാണ് ഈ റേസ്. ഓക്കെ, ഓക്കെ നമുക്ക് എന്തായാലും ഒന്ന് ചുമ്മാ കളിച്ചു നോക്കാം. എൻ്റെ അമ്പോ, എൻ്റെ ഇടയെ കൂടെ ഒന്ന് ഇടിച്ചേരി കൊടുത്ത് ചുമ്മാ നോക്കുകയാണ് ഞാൻ. ജയിക്കുമെന്നൊന്നും എനിക്ക് വലുതായിട്ട് തോന്നുന്നില്ല. ഓക്കെ, പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കളിക്കാനായിട്ട്. നല്ല ഇഷ്ടപ്പെട്ടു എനിക്ക് സംഭവം. അത് വരട്ട് നോക്കാം നമുക്ക്. അയ്യോ അയ്യോ അയ്യോ, അവളല്ല അടിപൊളിയായിട്ട് വന്നതാണ്. അതെന്തരടേ അടിപൊളി, നമ്മൾ വെള്ളത്തിൽ വിടും. അപ്പോൾ അതാണ് ആ ഒരു സംഭവം. ഇനി അടുത്തത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ബാക്ക് പോട്ട്. ഓക്കെ, അടുത്ത എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, നമുക്ക് ഫസ്റ്റ് മിനിമൈസ് ചെയ്യാം. അയ്യോ സോറി, മിനിമൈസ് ചെയ്യാം നമുക്ക്. എന്തായാലും ഈ മോഡൽ കൊള്ളാം കേട്ടോ, പക്ഷെ നമ്മൾ ഉണ്ടാക്കുന്ന സാധനങ്ങളെല്ലാം അടിച്ചു പോകും ഗൈസ്. ഓക്കെ, ഞാനിപ്പം അപ്ഗ്രേഡ് ചെയ്ത് വെച്ചിരുന്ന എല്ലാം പോയി. നമ്മൾ മറ്റേ Hന്റെ വീഡിയോ ഇട്ടില്ല, നമ്മുടെ മറ്റേ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ആ വീഡിയോ എല്ലാം പോയി ഗൈസ്. ഓക്കെ, കോപ്പി ചെയ്യുക, മിനിമൈസ് ചെയ്യുക, ഗെയിമിലോട്ട് കയറുക, ഫാൻ എടുക്കുക. ഓക്കെ, അയ്യോ സോറി, ഫോണിൻ്റെ കൂടെ വെയിറ്റ് ചെയ്യണം. അപ്പോഴത്തേക്ക് ഞാൻ ബാക്കി പറഞ്ഞ കോഡുകൾ പറഞ്ഞു. ഓക്കെ, നമ്മൾ നേരത്തെ 7 ഒമിനി പിന്നെ വൈഫൈ ഇച്ചിരി ഡിസ്റ്റർബ്. 7 ഒമിനി, 6 ആന, 5 ഈഗിൾ മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നു. യെസ്, അടുത്ത സ്നേക്ക് മോൺസ്റ്റർ ആണെന്ന് തോന്നുന്നു. ഓക്കെ, പിന്നെ അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. അടുത്തത് 3 അടിച്ചാൽ നമ്മുടെ മോൺസ്റ്റർ മാൻ. എല്ലാ ജീവികളും ഉണ്ട്, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. പിന്നെ 2 അടിച്ചാൽ നമ്മുടെ ടർസോ. ഇതൊക്കെ നമ്മളെല്ലാം ഉണ്ടല്ലോ. ഈ ടർസോ ഇതും ഡീസ്പോൺ ആവില്ല ഗൈസ്, അതാണ്. ഓക്കെ,
ഓക്കെ അപ്പോൾ ഗൈസ് ഞാൻ ചെറിയൊരു കാര്യത്തിന് പോയതാണ്, സോറി. ഓക്കെ, ഇത് നമ്മുടെ KGF-ൻ്റെ ബൈക്കൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണുള്ള, മറ്റായി കാണുമെന്ന് തോന്നണം. ഇല്ല, ഇനി സമയമുണ്ട്. ഓക്കെ, അപ്പം ഇതൊക്കെയാണ്. ഓക്കെ, ആനയെ കാണാൻ നല്ല രസമുണ്ട്. ആനയിൽ കയറാനുള്ള ഓപ്ഷനാണ്. അപ്പുറത്തൊന്നും വന്നാലേ പ്ലീസ് ആന നിൽക്കില്ല, എനിക്ക് നിൻ്റെ മണ്ണൊക്കെ എനിക്ക് കയറണം. ആനയുടെ മുകളിൽ കയറാൻ പറ്റില്ല, അത് കുഴപ്പമില്ല. ഓക്കെ, നമ്മൾ ഒമിനിയൊക്കെ വെച്ച് നല്ല വീഡിയോസൊക്കെ നമ്മളെന്തായാലും ചെയ്തിട്ടുണ്ട്. ഓക്കെ, വന്നിട്ടുണ്ട്. അയ്യോ, എറർ കാണിക്കണേ, വൈഫൈ ഓണാക്കില്ലേ, വൈഫൈ പറഞ്ഞിട്ട്. ഓക്കെ, സപ്പോർട്ടെന്നാണ് ഒന്നുകൂടെ ബാക്ക് അടിച്ചു നോക്കിയിട്ട്. മറ്റേതാണ് നേരത്തെ എടുത്തത്. ഓക്കെ, അയ്യോ ഇതെന്ത് പറ്റി? ഓക്കെ, ഞാൻ പോയത് കുറച്ച് കഴിയുമ്പോൾ പ്ലീസ് വെയിറ്റ് കാണിക്കും. യെസ്, ഇനി ഒന്ന് ബാക്ക് പോയാൽ മതി. സാധനം വന്ന് അത്രേ ഉള്ളൂ. ഓക്കെ, അങ്ങനെ ഞാൻ നേരത്തെ എടുത്തത്. എനിക്ക് പക്ഷേ മറ്റേതാണ് കുറച്ചുകൂടെ ഇഷ്ടപ്പെട്ടത്. മറ്റേതാണ് വെള്ളത്തിലൊക്കെ പോണ സംഭവം. ഇതും കൊള്ളാം. ഓക്കെ, ഒന്ന് ഓടിച്ചു നോക്കി, ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കി. പക്ഷെ അപ്പോൾ ഫെയിലായി പോയി. നമുക്കിതൊക്കെ വെച്ച് വീഡിയോസൊക്കെ ഇടാം, പൊളിയാം. എൻ്റെ ഈ ഫോൺ വെച്ചേക്കണ ഇച്ചിരി ഡേഞ്ചർ സാധനമാണ്. കോൺ വേണ്ടായിരുന്നു, വേറെ എന്തെങ്കിലും വയ്ക്കാത്തത്. ഇച്ചിരി പാടാണ് കേട്ടോ വണ്ടി കൺട്രോൾ ചെയ്യാൻ. എൻ്റെ മുമ്പോ ഇവിടെയൊക്കെ വണ്ടി തട്ടിയാൽ പിന്നെ ഫുൾ ഓഫായി പോകും. ഓക്കെ, അപ്പോൾ അത്രയൊക്കെയാണ് നമ്മുടെ ന്യൂ അപ്ഡേറ്റിൽ വന്നിട്ടുള്ളത്. വേറെ എന്തെങ്കിലുമൊക്കെ മിസ്സാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യും. ഓക്കെ, പിന്നെ ഇതിനായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക. എന്നാലും എൻ്റെ അടുത്ത വീഡിയോ നോട്ടിഫിക്കേഷൻ എനേബിൾ ആകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാറുണ്ട്. ബൈ, ടേക്ക് കെയർ.